ഒന്ന് നിന്നെ. എന്താ ചേച്ചി? നീ എവിടെ പോയതാ? ക്ഷേത്രത്തിൽ പോയതാ. ഇനിയിപ്പൊ നിന്റെ കറങ്ങി നടപ്പിന് സൗകര്യമായല്ലോ അല്ലേ? കറങ്ങി നടപ്പോ? അതെ, നിന്റെ ഭർത്താവാ ജയിലിൽ കിടക്കുന്നത്. ആ ഒരു ഓർമ്മയുണ്ട് നിനക്ക്? ഞാൻ ആദർശേന് വേണ്ടി പ്രാർത്ഥിക്കാനാ ചേച്ചി പോയത്. നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ അവനിപ്പോ അനുഭവിക്കുന്നത്. എന്തെങ്കിലും പേരും പറഞ്ഞ് കറങ്ങി നടക്കാനുള്ള ഒരവസരവും നീ കളയില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സങ്കടം കൊണ്ട്. എന്റെ ആദർശിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ആദർശന്റെ കാര്യത്തില് എനിക്ക് വിഷമില്ലെന്നാണോ ചേച്ചി കരുതുന്നത്? അതെ, എന്താ സംശയം? നിനക്ക് അവന്റെ അവസ്ഥയിൽ ഒരു വിഷമവും ഇല്ല. സത്യത്തിൽ നീ ഇതൊരു അവസരമായിട്ട് എടുക്കുന്നത്. ഇങ്ങനൊന്നും പറയല്ലേ ചേച്ചി. ഞാൻ പറയുന്നതാണോ തെറ്റ്? നീ കാണിക്കുന്നതോ? എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഓരോ കാരണവും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവും. ഇത്രയ്ക്ക് ഭക്തിയുള്ളവളാണെങ്കിൽ നീ എന്തിനാ വിവാഹം കഴിച്ചത്? നിനക്ക് സന്യസിക്കാൻ പോവാൻ പാടില്ലായിരുന്നോ? നമ്മുടെ മനസ്സിലെ ടെൻഷനും സങ്കടവും ഭഗവാന്റെ മുമ്പിൽ പറയുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. അതാ ഞാൻ. ഇതിനു മാത്രം എന്താ നിന്റെ സങ്കടം? ഇപ്പൊ നീ പറയുന്ന ന്യായം ആദർശിന്റെ കാര്യമായിരിക്കും. ശരി, സമ്മതിച്ചു. അപ്പൊ ഇത്രയും നാളോ? വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ നീ രാവിലെ എഴുന്നേറ്റ് പോവും. എന്നിട്ട് അമ്പലത്തിലോട്ടാണെന്ന പേരും. അന്ന് നിനക്ക് എന്തായിരുന്നു സങ്കടം? ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അതാ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. നിന്റെ പെരുമാറ്റത്തില് എനിക്ക് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. നിന്നെ വിവാഹം കഴിക്കുന്നത് വരെ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ആളാ ആദർശ്. ഈ വിവാഹത്തോടെ അവൻ നശിച്ചു. ഇപ്പൊ ദേ കള്ളന്മാർക്കും കൊലപാതകൾക്കും ഒപ്പം അവനൊരു കുറ്റവാളി പോലെ കിടക്കുക. അതിന് ഞാൻ എന്താ ചെയ്ത ചേച്ചി? ആദർശന്റെ കാര്യോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണേന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വരുന്നത്. ഓ, വലിയ കാര്യമായി പോയി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിന്റെ പരിഹാരത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാതെ വെറുതെ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതിയല്ലോ. എനിക്കറിയാം നീ ഈ ഷോ കാണിക്കുന്നത് എന്തിനാന്ന്. നിനക്ക് എല്ലാവരുടെ മുന്നിൽ വലിയ ആളാവണം, ഒരു പാവമാണെന്ന് വരുത്തി തീർക്കണം. അതല്ലേ ലക്ഷ്യം? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി പാവ എന്റെ അമ്മയും ആങ്ങളെയും പറ്റിച്ചല്ലേ ഇവിടുത്തെ മരുമകളായത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ഞാൻ ആരോടും കള്ളം പറയില്ല ചേച്ചി. ശരി, നീ എന്റെ അനുജനെ സ്നേഹിച്ചിട്ടുണ്ടോ? അവനോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടാണോ നീ അവന്റെ ഭാര്യ ആയത്? അതോ അവന്റെ സ്വത്ത് കണ്ടിട്ടാണോ? എന്തിനാ ചേച്ചി മനഃപൂർവ്വം എന്നെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ചേച്ചി എന്റെ സ്വന്തം ചേച്ചി പോലെയല്ലേ കാണുന്നേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാ എന്നോട് ഈ പക? എന്താ രണ്ടുപേരോട് ഒരു സംസാരം? ഒന്നുമില്ലമ്മ. എനിക്ക് മീരയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ എങ്കിലും അത് ചോദിക്കണമെന്ന് തോന്നി. വേണ്ടവി, നിന്നെ എനിക്കറിയാം. അതുകൊണ്ട് പറയാ, പരസ്പരം പഴി പറയാനുള്ള ഒരു സമയമല്ല ഇത്. അമ്മയ്ക്കല്ലെങ്കിൽ എന്നെയല്ലേ കുറ്റം പറയാനുള്ളൂ. മരുമകളെ ഒന്നും പറയില്ലല്ലോ. ആ, അതെങ്കിൽ അതെ. അതിന് നിനക്കെന്താ? ആദർശന്റെ ജാമ്യത്തിന്റെ കാര്യം അമ്മ വക്കീലിനോട് ചോദിച്ചോ? ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ വക്കീല് പറയുന്നത്. വിഷമിക്കണ്ട മോളെ. ഏത് വിധേനയും ഞാൻ എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാ. ഭഗവാനോട് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദർശേട്ടനെ ഈശ്വരൻ കാക്കും. തെറ്റ് ചെയ്യാത്തവരെ ഈശ്വരൻ ശിക്ഷിക്കില്ല. അതെനിക്ക് ഉറപ്പാ. എന്റെ കുഞ്ഞിന് ഇത് ദോഷ സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ശരിയാവും. അതെ, എനിക്കും അവിശ്വാസം ഉണ്ടമ്മേ.